പ്രിയപ്പെട്ടവരെ, ശ്രീമാൻ NS അനിൽകുമാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തക പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശ്വാസമുണ്ടോ വിശ്വാസത്തിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഇന്ന് യൂട്യൂബിലെ താരമാണ് NS അനിൽകുമാർ. ലക്ഷക്കണക്കിന് പേരുടെ മോട്ടിവേറ്ററും ഫോളോവറുമാണ് ശ്രീമാൻ NS അനിൽകുമാർ. പ്രധാനമായിട്ടും മോട്ടിവേഷൻ ട്രെയിനിങ് രംഗത്ത് വർഷങ്ങളായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന താരമാണ്. ഒരുപാട് പേരെ ജീവിത വിജയം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ മോട്ടിവേഷൻ സ്പീച്ചിൽ കൂടി തന്നെ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ശ്വാസമുണ്ടോ വിശ്വാസത്തിൽ. ഇതിൽ പ്രകാശനം നിർവഹിക്കാൻ നമ്മുടെ മന്ത്രി GRL എത്രയും പെട്ടെന്ന് എത്തും. ഒരു മീറ്റിംഗാണ്, ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഗതം പറയുക എന്നാണ് എൻ്റെ കടമ. നമ്മുടെ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥിയായ ശ്രീമാൻ TK നായർ IAS സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ തുറമുഖ കായിക വകുപ്പ് മന്ത്രി ശ്രീമാൻ സുരേന്ദ്രൻപിള്ള, നമുക്കെല്ലാം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ മഹേഷ് മാണിക്യം, ഈ പുസ്തകത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എഴുത്തുകാരൻ ശ്രീമാൻ മഹേഷ് മാണിക്യം, അദ്ദേഹം ഉടനെ എത്തുന്നുണ്ട്. സമയക്കുറവ് ചുരുക്കുകയാണ്. ഒപ്പം യുവലാസയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ KP ഗോകുമാർ, കഥാകൃത്ത് ശ്രീമാൻ ശ്രീകണ്ഠൻ കരിക്കയം, കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ സന്തോഷ് പാറയ്ക്കൽ, ട്രസ്റ്റ് ബേപ്പിൻ്റെ ശ്രീമാൻ സൈജു ഫിലിപ്പ് സാർ, എഴുത്തുകാരി സ്വപ്ന അനൂപി ജോർജ്, എഴുത്തുകാരി ശ്രീമതി സദീജ, എഴുത്തുകാരി ഡോക്ടർ ഉഷാറാണി, ചരിത്രകാരൻ വെള്ളനാട് രാമേന്ദ്ര സാർ, എഴുത്തുകാരൻ ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ കൊണ്ടേത്ത് സാർ തുടങ്ങിയ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നല്ലൊരു സദസ്സുണ്ട്. ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ച എല്ലാവരെയും ഈ യോഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാം പ്രിയങ്കരനായ സുരേന്ദ്രൻപിള്ള സാറിനെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. മിനിസ്റ്റർ വന്നതിന് ശേഷം നമുക്ക് പുസ്തക പ്രകാശനത്തിലേക്ക് കിടക്കാം. ബഹുമാനപ്പെട്ട ഈ അധ്യക്ഷ വേദിയിൽ എത്തിയിട്ടുള്ള TK നായർ സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, കേരള നിയമസഭയുടെ ഒരു പുതിയ ഏട് കൂടിയാണ് ഈ പുസ്തക പ്രകാശനത്തിലൂടെ എഴുതി ചേർക്കുന്നത്. നിയമസഭ പുതിയ ബിൽഡിങ് ഇവിടെ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പ്രത്യേക തീരുമാനമനുസരിച്ചാണ് ഇങ്ങനെയുള്ള എഴുത്തുകാർക്ക്, അതോടൊപ്പം പ്രസാധകന്മാർക്ക് വലിയ ഒരവസരം, ഒരാവേശം ഉണ്ടാക്കിക്കൊണ്ട് ഒട്ടേറെ പ്രതിഭാധനന്മാരായ ആളുകളുടെ അവരുടെ സർഗവാസനകൾ, എല്ലാവർക്കും എഴുത്തുകാരനാവാൻ കഴിയില്ല. ഒരു കൃതി എഴുതണമെങ്കിൽ അതിനൊരു ദീർഘവീക്ഷണം വേണം.
അതിനെക്കുറിച്ച് നല്ല ചിന്ത വേണം, അതിനെക്കുറിച്ച് എല്ലാ കാര്യത്തിലും ഒരു ധാരണ വേണം. അതെല്ലാം ഉള്ള ഒരാൾ വളരെ പാടുപെട്ടൊരു കൃതി എഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ ഒരാൾ വേണം, ഒരു കമ്പനി വേണം, ഏജൻസി വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ സമഞ്ജസമായി സമ്മേളിച്ചാൽ മാത്രമേ ഒരെഴുത്തുകാരൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സുന്ദരമായ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകൂ, സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അല്ല, ഇയാൾക്ക് എഴുതാനൊരു മോഹം വന്ന് എഴുതി വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് ജനം അറിയത്തില്ല. ജനങ്ങൾക്കത് വായിക്കാൻ അവരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ എഴുത്തുകാരനൊരു പക്ഷേ അത് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കാൻ പൈസ കാണത്തില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല കൃതിയായിരിക്കാം, പക്ഷേ അത് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ആളുകൾക്ക്, ചെറുപ്പക്കാരികൾക്ക് ഒരു വലിയ കനകമായ അവസരമാണ് കേരള നിയമസഭ ഇപ്പോൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് അനിൽകുമാർ. അനിൽകുമാറിൻ്റെ കുടുംബത്തെ എനിക്കറിയാം. അവരുമായിട്ട് നല്ല അടുപ്പവും ബന്ധവുമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അനിൽകുമാറിനൊരു ജോലിയുണ്ട്, അവരുടെ ഭാര്യയ്ക്കൊരു ജോലിയുണ്ട്. അപ്പോൾ അതിന് വെച്ചൊക്കെ അവർക്ക് ജീവിച്ചൊക്കെ പോകാനുള്ള അത്യാവശ്യം കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും ആ ഇല്ലായ്മയിലൂടെ അത്ര സമയമില്ലാത്ത അവസരങ്ങളിലും ഇതെല്ലാം ഇങ്ങനെ ഒരു ബുക്ക് എഴുതി. ബുക്ക് ഇപ്പോഴാണ് കാണുന്നത്, ശ്വാസമുണ്ടോ വിശ്വാസത്തിൽ, ഇതാണ് പേര്. എന്തുവാണെന്ന് ഇനി തുറന്നു നോക്കുമ്പോൾ അറിയാം. ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കുമ്പോൾ ശ്വാസം ഉണ്ടെങ്കിൽ കൊള്ളാം. ശ്വാസം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാനിത് വായിക്കുക. എല്ലാ ബുക്കും പോകുന്ന എനിക്ക് കിട്ടുന്ന എല്ലാ ബുക്കുകളും വായിക്കാൻ കഴിയാറില്ല. എന്നാൽ ഇത് ഞാൻ പൂർണ്ണമായിട്ടും വായിക്കും. തീർച്ചയായിട്ടും അഭിപ്രായം അനിൽകുമാറിനെ അറിയിക്കും. എന്തായാലും ഈ ഉദ്യമം, ഈ ഒരു പരിശ്രമം, ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനം തീർച്ചയായിട്ടും അതെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ അനിൽകുമാറിന് നന്നായി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമസ്കാരം. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ TK നായർ സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ സുരേന്ദ്രൻപിള്ള, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ എഴുത്തുകാരികളെ, സഹൃദയരെ, ഞാൻ ഒരു എഴുത്തുകാരനല്ല, കവിയല്ല, നാടകകൃത്തല്ല, ഒരു പ്രാസംഗികനുമല്ല. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇവിടെ ഈ വരാനുള്ള കാരണം ശ്രീ അനിൽകുമാറിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അടുപ്പം കാരണമാണ്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ഒരു ഒരു അവതാരിക എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു വന്നു. എനിക്ക് വലിയ വിവരമൊന്നുമില്ലെങ്കിലും പുസ്തകം വായിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി അദ്ദേഹത്തിന് കൊടുത്തു. അതിൽ കവിഞ്ഞ് എനിക്ക് ഈ ഇന്നത്തെ പുസ്തക പ്രകാശന പദ്ധതികളുമായിട്ട് വലിയ അടുപ്പമില്ല. ഞാൻ വല്ലപ്പോഴുമൊക്കെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതും പ്രായം കൂടുന്തോറും അതിലുള്ള താല്പര്യം കുറഞ്ഞു വരിക. പിന്നെ വേറൊന്നുള്ളത്, ഇന്ന് നമ്മുടെ ചുറ്റിനും കാണുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഉള്ള ലേഖനങ്ങളിൽ കൂടി നമ്മളിലേക്ക് പകരുന്ന ഒരു അറിവുണ്ട്. അതായത് ഏറ്റവും അധികം ആത്മവിശ്വാസവും പിന്നെ
ശുഭപ്രതീക്ഷയുള്ളവർക്ക് ഈ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റിനും കാണുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും അമ്മയും അച്ഛനുമായിട്ട് വഴക്ക്, അച്ഛനും അമ്മയുമായിട്ട് വഴക്ക്, അതിൻ്റെ അപ്പുറമുണ്ട് വഴക്കെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ചുറ്റിനും കാണുമ്പോൾ നമ്മൾ കേരള സംസ്കാരത്തെക്കുറിച്ചും നമുക്കുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരുഷന്മാരുടെ പുരോഗതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താ പറയുക, അധികപ്രസംഗമാണ്, വിഡിതരാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുക. പക്ഷേ ഈ തോന്നൽ വെച്ചുകൊണ്ട് നമുക്ക് 24 മണിക്കൂർ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പത്രങ്ങളും മാസികകളും പിന്നെ പ്രത്യേകിച്ച് TV ചാനലുകളൊക്കെ നോക്കിയാൽ കാണാനുള്ളത് നമ്മളെ നിരാശയിലും ഒരുമാതിരി എന്താ പറയുക, വല്ലാത്ത ഒരു ബോധത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ ഇദ്ദേഹത്തിന് ഇത്ര ശുഭാപ്തി വിശ്വാസവും ഭാവിയെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചൊക്കെ ഇത്ര ഉള്ള വിശ്വാസം വേണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിശ്വാസത്തിൽ വലിയ വലിയ വിശ്വാസം തന്നെയുണ്ട്, ഒരു സംശയമില്ല. ഇതിന് മുമ്പ് എഴുതിയ പുസ്തകം ഇതേമാതിരിയുള്ളതാണ്. ഇതിനെ ഒരു നോവലെന്നോ ഹാസ്യ കഥയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ ഞാൻ അധികം മലയാളം പുസ്തകങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ സാഹിത്യവശങ്ങളെക്കുറിച്ച് വിവരമില്ലാത്തതിനാൽ എനിക്ക് പറയാനറിയില്ല ഏത് കാറ്റഗറിയിലാണ് നിങ്ങളിതിനെ പെടുത്തുക. ഇത് സീരിയസ് ആയിട്ടുള്ള റീഡിംഗ് ആണ് തീർച്ചയായിട്ടും. പക്ഷേ അത് എഴുതിയിരിക്കുന്ന ഭാഷ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷ, നമ്മളൊക്കെ കാണുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 ലേഖനങ്ങളല്ല ഈ ഉപന്യാസങ്ങൾ വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ വായിക്കുകയുണ്ടായി. ഓരോന്നിലും അതിൻ്റേതായ ഒരു സന്ദേശമുണ്ട് തീർച്ചയായിട്ടും. ഇത് ഈ പുസ്തകം മുഴുവനും വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സന്ദേശം മനുഷ്യന് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം. മനുഷ്യന് നമുക്ക് ഓരോരുത്തർക്കും നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം. നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം കുറഞ്ഞു വരും, ഇല്ലേ? നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ, അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെയുള്ള ധാരണകളുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് അതിനൊക്കെ ഉപരിയായിട്ട് ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പറയാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നിന്നും അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു എല്ലാം വായിച്ച് അതിൻ്റെ ഒരു സന്ദേശം എന്താണെന്ന് പറയുകയല്ലാതെ അതിൻ്റെ ഓരോ ലേഖനങ്ങളെക്കുറിച്ചും പ്രത്യേകമായിട്ട് പറയുന്നതിനുള്ള അതിനുള്ള അറിവ് എനിക്കിപ്പോൾ ഇല്ല. ഞാനത് മുഴുവനും ശരിയായിട്ട് വായിച്ചിട്ടില്ല. തീർച്ചയായും അനിൽകുമാറിൻ്റെ പുസ്തകം വായിക്കുമെന്നുള്ളതിനൊരു സംശയമില്ല. ഇപ്പോൾ ഞാൻ 4-5 ഉപന്യാസങ്ങളെ വായിച്ചിട്ടുള്ളൂ, ബാക്കിയും വായിക്കും. അത് വായിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് എന്നിലുള്ള വിശ്വാസം വളരെ കുറഞ്ഞു വരിക. പ്രായം കൂടുന്തോറും നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കുറഞ്ഞു വരിക. നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് കുറച്ച് നേരം ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആലോചന തന്നെ മാറാനായിട്ട് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ വളരെ പ്രയോജനപ്രദമായിരിക്കും എല്ലാവർക്കും. ഇതുമാതിരി എന്താ പറയുക, ഇൻസ്പിറേഷണൽ ബുക്സ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ബുക്സ്, മോട്ടിവേഷണൽ ലിറ്ററേച്ചർ എന്നാണ് ഇതിനെ പറയാം. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യും. അങ്ങനെയുള്ള മോട്ടിവേഷണൽ ഇൻസ്പിറേഷണൽ ബുക്ക് അദ്ദേഹം ഇനിയും എഴുതട്ടെ, നമുക്ക് വായിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് അനിലിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചും വളരെയധികം സംസാരിക്കാനുണ്ടാവും. നിങ്ങൾക്കും ബഹുമാനപ്പെട്ട മന്ത്രിയും ഇടയ്ക്ക് ഞാൻ നിൽക്കുന്നില്ല. ഒരിക്കൽ കൂടി അനിൽ, നിങ്ങളുടെ ഇനിയുള്ള ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്താ പറയുക, പ്രോത്സാഹനം ഉണ്ടാവട്ടെ. ഇവിടെ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, വളരെയധികം ആളുകൾ താങ്കളുടെ പുസ്തകം വായിക്കും, അതിൽ നിന്ന് പ്രയോജനപ്പെടും. നമസ്കാരം. അടുത്ത പുസ്തക പ്രകാശനമാണ് NSL കുമാറിൻ്റെ കഴിഞ്ഞ പുസ്തകം വിജയത്തിന് വേണ്ടി വിജയം എന്ന വളരെ പ്രസിദ്ധിയാർജിച്ച പുസ്തകവും നമ്മുടെ മന്ത്രി JR അനിലാണ് പ്രകാശനം നിർവഹിച്ചത്. ഇന്നും ഞങ്ങൾ പ്രത്യേകം ക്ഷണപ്രകാരമാണ്, വളരെയേറെ തിരക്കുണ്ടായിട്ടും മന്ത്രി എത്തിയത്. അത് ഏറെ സന്തോഷമുണ്ട്. അനിൽകുമാറിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ ശ്വാസമുണ്ടോ വിശ്വാസത്തിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുവാൻ നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ ജനകീയ മന്ത്രി ശ്രീമാൻ JR അനിലവരെ ക്ഷണിക്കുകയാണ്. പുസ്തകം ഏറ്റുവാൻ ശ്രീമാൻ TK നായർ സാറിനെ ക്ഷണിക്കുകയാണ്.
വേദിയിലുള്ള മുൻ മന്ത്രി ശ്രീ വി സുരേന്ദ്രൻപിള്ള, ഏറെ ബഹുമാനനായ ശ്രീ ടി.കെ.എ. നായർ, വേദിയിലുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ എൻ.എസ്. അനിൽകുമാർ, ജെ.എം. വിജയൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ഒരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിയമസഭയുടെ മുൻകൈയിലുള്ള അന്താരാഷ്ട്ര പുസ്തകോത്സവം വളരെ വിജയകരമായി നടന്നു വരുന്നത് നമ്മളെല്ലാം കാണുകയാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരു നിയമസഭ ഇതുപോലൊരു വേദി ഒരുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത കർണാടക സ്പീക്കർ ഈ മാതൃക കർണാടകയിൽ നടപ്പാക്കുമെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ സംസാരിച്ച് പോയത് നമ്മളെല്ലാം പത്രങ്ങൾ കണ്ടതാണ്. അപ്പം കേരളം പല കാര്യങ്ങളിലും പുതുമയാർന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. കേരള നിയമസഭ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള സാംസ്കാരിക നായകനെ അല്ലെങ്കിൽ സാഹിത്യകാരനെ തിരഞ്ഞെടുത്ത് ആ സാഹിത്യകാരന് അംഗീകാരവും അനുമോദനവും നൽകുന്ന ചടങ്ങ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായി നടക്കുകയാണ്. എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ, വായനയിൽ ഊന്നൽ നൽകാൻ, കൂടുതൽ പുതിയ തലമുറയെ വായനയിലേക്ക് അടുപ്പിക്കാനെല്ലാമുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പുസ്തകോത്സവം വിപുലമായി സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഈ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടാൻ പുതിയ തലമുറയ്ക്കും നാടിനും കഴിയുന്നുണ്ട്. അതോടൊപ്പം പുതിയ എഴുത്തുകാർ, ഞാനിന്ന് ഉച്ചയ്ക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ഒരു പുസ്തകം ഉച്ചയ്ക്ക് പ്രകാശനം ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ 3ാമത്തെ വേദി, ഇത് 5ാമത്തെ വേദിയാണ്. ശ്വാസമുണ്ടോ വിശ്വാസത്തിലെന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ എൻ.എസ്. അനിൽകുമാറിൻ്റെ ഈ പുസ്തകം ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. ഇതുപോലെ 3 മണിക്ക് അപ്പുറത്ത് മുൻ മന്ത്രി കെ. ഇസ്മയിൽ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. 100 കണക്കായിട്ടുള്ള പുസ്തകങ്ങൾ പുതുതായി വിപണിയിലും നമുക്കും നമ്മുടെ മുന്നിലും വരാൻ കഴിയുന്ന സാഹചര്യവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അതെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ പുസ്തകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇത് തയ്യാറാക്കിയ അനിലിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ട്രസ്റ്റ് ബേ ഫിൻടെക്കിൻ്റെ MD ശ്രീമതി സൈജു ഫിലിപ്പ് സാറിനെ ക്ഷണിക്കും. നമുക്കെല്ലാവർക്കും അനിൽകുമാറിനെ പരിചയമുള്ളതാണ്. വിഷ്വൽ മീഡിയയിലൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ഇറങ്ങിച്ചെന്ന ഈ വ്യക്തിത്വം പ്രിൻ്റ് മീഡിയയിലൂടെയും വീണ്ടും അപാലവൃദ്ധം ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനിൽകുമാറിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ ബുക്ക് കൊണ്ട് ഒത്തിരി ആൾക്കാരിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലട്ടെ, ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനമുള്ളതായ ഒരു ഗ്രന്ഥമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീമതി ഉഷാകുമാരി ക്ഷണിക്കുക. ഉഷാറാണി മാഡം സംസാരിക്കും. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വിനീത നമസ്കാരം. സമയം അതിക്രമിച്ചിരിക്കുന്ന ഈ വേളയിൽ അധികം ദീർഘിപ്പിക്കുന്നില്ല, 2 വാക്കുകൾ മാത്രം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആർഷ ഭാരത ദർശനത്തിൻ്റെ മുഖമുദ്രയായ ഈ മന്ത്രത്തിൻ്റെ അനുരണനമോ പ്രതിഫലനമോ ആണ് ഇന്ന് നടക്കുന്ന നേതൃത്വ പരിശീലന ബോധനങ്ങളും കൂടാതെ വ്യക്തി വികസന ബോധനങ്ങളും. അതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 20 വർഷമായി ഈ രംഗത്തും
ആതുര സേവന രംഗത്തും തുടങ്ങി എല്ലാവിധ സാമൂഹിക സേവന രംഗങ്ങളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ NS അനിൽകുമാറിനും ഇന്ന് പ്രകാശനം ചെയ്തു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതി ലോഗോസ് ബുക്സിൻ്റെ ശ്വാസമുണ്ടോ വിശ്വാസത്തിൽ എന്നതിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി. സമയക്കുറവ് മൂലം നിർത്തുകയാണ്. ഇന്നത്തെ ചടങ്ങിന് മറുവാക്കും നന്ദിയും പ്രകാശിക്കാൻ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീമായി NS അനിൽകുമാറിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ശരിക്കും ഇന്നത്തെ ഈ ഒരു വേദിയിൽ നമ്മുടെ പ്രമുഖരായ മന്ത്രി അനിൽ സാറ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുരേന്ദ്രപിള്ള സാറ്, എൻ്റെ പ്രിയപ്പെട്ട വേദിയിലും പുറത്തുവരിക്കുന്ന എല്ലാ നല്ലവർക്കും എൻ്റെ സ്നേഹാദരം അറിയിക്കുന്നു. ഈ ഒരു സമയത്ത് സത്യത്തിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ കേരള നിയമസഭയുടെ ആരാധ്യരായ എല്ലാ മനുഷ്യർക്കും, എല്ലാ നല്ലവരോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രം നമുക്ക് സിദ്ധിക്കപ്പെട്ടൊരു അവസരമാണ്. ഇന്നിങ്ങനെ ഒരു വേദി ഇവിടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ നിയമസഭ പലർക്കും കാണാൻ കഴിഞ്ഞത്. ഇന്ന് ഈ ഒരു അവസരത്തിൽ ഈ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ തിരക്കിട്ട ഓട്ടനിരയിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഉദ്യമത്തിന് ശരിക്കും മനുഷ്യനെ തമ്മിലുള്ള ബന്ധങ്ങളുടെ വിജയമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളൊരു കാര്യത്തിന് പോയി വിളിച്ചപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിന് എൻ്റെ കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിനും എത്തിച്ചേർന്ന വ്യക്തിയാണ് GR അനിൽ സാറ്. ആ പുസ്തകത്തിൻ്റെ ആ ഒരു പബ്ലിഷ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതുമെല്ലാം തന്നെ വിറ്റ് അഴിക്കുവാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആമസോണിലെ ബെസ്റ്റ് സെല്ലർ എന്ന ഒരു അംഗീകാരത്തിനും ആ പുസ്തകം ഇടയാക്കി. അതിനുശേഷമാണ് ഇങ്ങനൊരു പ്രചോദനം ഉണ്ടായത്. ഈ പുസ്തകം ഇന്ന് എഴുതി വളരെ ദിവസങ്ങൾക്കുള്ളിലാണ് ഇങ്ങനൊരു അവസരം കിട്ടി. ഈ അവസരം എനിക്കിത് ലഭിച്ച ഈശ്വരനോട് നന്ദി പറയുന്നു. ഞാൻ ക്ഷണിച്ച് എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എസ്പെഷ്യലി മുൻ മന്ത്രി സുരേന്ദ്രപിള്ള സാറ്, അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരു കയ്യടി അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയങ്കനായ മന്ത്രി, ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തി ഒരുപാട് പേര് എത്തിയിട്ടില്ല. ഈ സമയമായതുകൊണ്ട് ഓഫീസിൽ പലർക്കും വരാൻ പറ്റിയിട്ടില്ല. 2 എഴുത്തുകൂട്ടം എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകൂട്ടത്തിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ഷബീർ സാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം സെയിം ടൈമിൽ തൊട്ടപ്പുറത്തെ വേദിയിൽ നടക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ക്ഷണിതാവായി എത്തിച്ചേർന്ന നമ്മുടെ നിയമസഭയുടെ ചീഫ് വിപ്പ് ജയരാജ് സാറിനെ ജസ്റ്റ് അതിന് മുമ്പ് 1 മിനിറ്റ് ഒരു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്ലീസ് സാർ. പ്രിയപ്പെട്ടവരെ, NS അനിൽകുമാറിൻ്റെ ശ്വാസമുള്ള വിശ്വാസത്തിൻ്റെ പുസ്തകം, ഈ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിചാരിതമായി ഇതിൽ കടന്നു വന്നപ്പോഴാണ് ജീവിത വിജയത്തിന് അനുകൂലമായിട്ടുള്ള കുറേ ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെയും വായനയുടെയും വെളിച്ചത്തിൽ തയ്യാറാക്കി ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. നമ്മുടെ മുൻ MP സാർ എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വേദി നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 25 മിനിറ്റ് സമയം തന്നിട്ട് യുവജനോത്സവ വേദി പോലെ നമുക്ക് സമയം തരുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം വന്നിട്ട് അവർക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആയിപ്പോയതിൽ വളരെയേറെ വിഷമമുണ്ട്. കാരണം അത്രയേറെ പുസ്തകങ്ങളുടെ പ്രകാശനങ്ങൾ നടക്കുകയാണ്. ശരിക്കും ഡോക്ടർ ഉഷാറാണി മാഡം ഒരു നിരൂപകയും സാഹിത്യ വിമർശകയൊക്കെയാണ്. ഇന്നലെ പുസ്തകമായി ചോദിച്ചാൽ അതിനുവേണ്ടി ഒരു വലിയ സംഭവം തയ്യാറാക്കി വന്ന ആളാണ്. ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തതിലുള്ള മാനസിക വിഷമം. എനിവേ, എന്തായാലും അവരെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിക്കുകയും കണ്ണ് കാണിക്കുകയും ചെയ്തപ്പോൾ എനിക്കും ആകപ്പാടെ ടെൻഷനാണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു വേദി ഇത്രയും സമയമെങ്കിലും ഒരുക്കിക്കൊന്ന് ഇത്രയും പ്രിയപ്പെട്ടവരെ, ഇത്രയും ബഹുമാന്യരെ ഈ വേദിയിൽ ഒന്നിച്ച് കാണുവാനും ഇത്രയും വലിയൊരു സംരംഭത്തിന് സാക്ഷിയാകുവാനും നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി ഇനിയും വരുന്ന ആളുകളിൽ വിജയത്തിലേക്ക് പോകാനുള്ള ആശംസകൾ ലഭിച്ചപ്പോൾ കൂടുതൽ ഊർജ്ജം, ഇനിയും ഒരു കാര്യം ചെയ്യുവാനുള്ള ഊർജ്ജം ഉണ്ടാകുന്നു. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ. എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ അവസാനം മോട്ടിവേഷൻ മാത്രമാണ്. അത് വായിച്ചു തീരുമ്പോഴും അതങ്ങനെ ഉണ്ടാവട്ടെ. മാഡം ഓക്കെ, കണ്ടു. കോട്ടയത്ത് നിന്ന് നമ്മുടെ ഒരു എഴുത്തുകാരി, സാഹിത്യ എല്ലാം ഉണ്ട്. യുവകലാ സാഹിതിയുടെ പുസ്തകമാണ്. എഴുത്തുകൂട്ടം അല്ലേ മാഡം? എഴുത്തുകൂട്ടം. മാഡം ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, ഞാൻ പേരെടുത്ത് പറയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം എന്നെ ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് മുതൽ അവസാനം വരെ ആത്മാർത്ഥമായി ഇത് എഴുതാൻ സഹായിച്ച ശ്രീ K. വിജയൻ, അദ്ദേഹം യുവകലാ സാഹിതിയുടെ നെടുമങ്ങാട് ജില്ലാ സെക്രട്ടറി. ഒപ്പം തന്നെ മിസ്റ്റർ മഹേഷ് മാണിക്യം, അദ്ദേഹമാണ് ആക്ച്വലി എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ പ്രചോദനം നൽകി എന്നെ ഇതിനെല്ലാം സഹായിച്ചത്. അദ്ദേഹമാണ് നിന്നെ ഉണ്ടാവേണ്ടത്. അദ്ദേഹം അടുത്ത പുസ്തക പ്രകാശനത്തിന് അടുത്ത വേദിയിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരു സ്പ്ലിറ്റായി പോയി. എങ്കിലും ഈ ഒരു സമയത്ത് എന്നെ കൂടെ നിന്ന് എല്ലാവരെയും ഓർക്കുന്നതോടൊപ്പം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഈ പുസ്തകം എഴുതുന്ന മുതൽ എല്ലാത്തിനും പ്രചോദനം നൽകിയ എൻ്റെ പ്രിയ പത്നി ഇന്ദുവിനും അതുപോലെ മക്കൾക്കും എൻ്റെ ചേച്ചിയുടെ ഇരിപ്പുണ്ട്, ചുരുക്കം എല്ലാവരോടും
ഫാമിലിയോടുമല്ല എല്ലാം സ്നേഹവും നന്ദിയും ഈ കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നിയമസഭയിൽ ഇങ്ങനെ ഒരു സഭ ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാം അമരക്കാരനായിട്ടുള്ള ശ്രീ മഹേഷ് മാണിക്യ സാറ് എത്തിയിട്ടുണ്ട്. സാർ പ്ലീസ് ഒന്ന് വരും. ഓക്കെ, എന്തായാലും സമയക്കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇനി ആരെയും ഇങ്ങോട്ട് വിളിക്കുന്നില്ല, അവരെ വിരട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേ സംഘാടകരോട് ഒരിക്കലും സോറി പറഞ്ഞുകൊണ്ട് എനിവേ ഞങ്ങൾ 5 മിനിറ്റ് കൂടുതലെടുത്തു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.